ഒഴിവാക്കാനാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ്റ്റ് കണ്ടന്റ് ഇൻ യൂട്യൂബ് ഹിസ്റ്ററി. കഴിഞ്ഞ ദിവസം അഖിലന്നാദിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിരുന്നു. അതായത് അഖിലന്നാദിയുടെ ഭാര്യ ഒരു ബസ് കണ്ടക്ടറിന്റെ കൂടെ ഒളിച്ചോടിയ കാര്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരു ഭാഷയിലും ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നിട്ട് റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ റിയാക്ട് ചെയ്തിട്ട് ട്രെൻഡിങ് ആയിട്ടില്ല. അതായത് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്, അതാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മലയാളം യൂട്യൂബ് ഹിസ്റ്ററിയിൽ വന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇത്. ഗൈസ്, ഇപ്പൊ എന്ത് ചെയ്യാന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാനാണ് പറഞ്ഞത്. സത്യം പറയുവാണെങ്കിൽ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യില്ലെന്നോർത്താണ്. അങ്ങനെ വന്നപ്പോഴത്തേനും അഖിലന്നാദിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ തുടങ്ങി. അവൻ ഗേ ആണ്, അവൻ അവരെ നോക്കുന്നില്ല, പൈസ മാത്രം കൊടുത്താൽ പോരാ, അങ്ങനെ മോശമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് തോന്നി അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറയുവാണെങ്കിൽ സീക്രട്ട് സായി കൃഷ്ണ അഖിലന്നാദിന്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി പറയുന്നുണ്ട് ഞാൻ ഫ്രണ്ടാണ്, ഞാൻ അവന്റെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് പുള്ളി വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ വിളിച്ചു ചോദിച്ചിട്ടാണ് പുള്ളി വീഡിയോ ചെയ്തത്. അതായത് സ്വന്തം ഭാര്യ പോയിട്ട് ആ വിഷമത്തിൽ അവൻ ഇരിക്കുവാണ്. ആ സന്ദർഭത്തിൽ സീക്രട്ട് സായി കൃഷ്ണ അവനെ വിളിച്ചു ചോദിച്ചിട്ട് എന്താണ് ആ കാര്യം എന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് ആ കാര്യമെല്ലാം പറഞ്ഞിട്ട് വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ ആർക്കെങ്കിലും കിട്ടുമോ? ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും എടുത്തിടും. അതായത് ഇത്രയും വലിയൊരു സാഡ് സിറ്റുവേഷനിൽ അവൻ ഇരിക്കുമ്പോഴത്തേനും അവനെ വിളിച്ചിട്ട് അതെങ്ങനെ സാധിക്കുന്ന അരിയെന്നാ എന്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചാൾ കൂടെ ജീവിച്ചിരിക്കും. അതെ, കാരണം എന്നാൽ മാത്രമേ പറഞ്ഞ അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റിങ്ങിനൊക്കെ ഇപ്പൊ 2-3 ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. കാരണം അന്നേരം കാണുന്ന ആൾക്കാരല്ല ജീവിതത്തിൽ 2-3 ദിവസം ഡേറ്റിന് പോയി അപ്പൊ കെട്ടല്ല നമ്മള്. അല്ല, മീൻസ് സമയം എടുത്തിട്ടാണ് കുറച്ചാൾ കൂടെ ജീവിക്കുന്നത് ഡേറ്റിംഗ് ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഇപ്പുറമുള്ള ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കെട്ടാൻ. ലൈക്ക് ലിവിങ് ടുഗദർ ഒക്കെ അതേപോലെ അല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്കോ പറ്റിയില്ല, ആർക്കെങ്കിലും പറ്റിട്ട് ഇവന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ ഇവൻ പറഞ്ഞ കാര്യമാണിത്. ഇവൻ അന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. അതായത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്. ഇതൊരു പൊതുവേദിയിൽ വന്നാണ് പറഞ്ഞത്. അധികം ആരും ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ഉണ്ടായേനെ. അതായത് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിവാഹത്തിന് മുമ്പ് ലീവിങ് ടുഗദർ വേണം, ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലവും സംസ്കാരവും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പേരൻസ് ഒക്കെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറയുവാണെങ്കിൽ ഭാര്യയുടെ ഈ ഇഷ്യൂ കൂടെ വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അവന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ പറഞ്ഞാണെന്ന്. അതായത് ലൈഫിൽ അവൻ മുമ്പ് തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയും ഇവനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഇവൻ പറഞ്ഞാണെന്ന് എല്ലാവർക്കും ഇപ്പൊ ഇത് കേട്ടാൽ മനസ്സിലാവും. അഖിലന്നാദിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അവൻ പറയുന്നുണ്ട് 3 വർഷം പുറകെ നടന്നിട്ടാണ് അവളെ ഞാൻ സ്നേഹിച്ചു കിട്ടുന്നതെന്ന്. ഗേ ആയിട്ടുള്ള ഒരാള് 3 വർഷം ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു കിട്ടുവോ? പിന്നെ ഒരുത്തരാണെങ്കിൽ അഖിലന്നാദി ഭാര്യ ഇറങ്ങിപ്പോയതുകൊണ്ട് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോഴത്തേനും നെഗറ്റീവായിട്ടൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും ആളുകൾ ശ്രദ്ധിക്കും. സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നവരെ പിടിച്ച് അകത്താക്കണം. അങ്ങനെ ഒരു നിയമം വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരാൾക്ക് ഫേമസ് ആകാൻ വേണ്ടി മറ്റുള്ളവരുടെ ലൈഫ് ഉപയോഗിച്ചിട്ട് ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ കുറെ റിയാക്ഷൻ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് അഖിലന്നാദി പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേനും ആ പെണ്ണ് പറഞ്ഞെന്ന് അഖിലന്നാദിക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ പെണ്ണോട് എന്തുകൊണ്ടാണ് അവനോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും അവൾക്ക് മറുപടിയില്ല. അവൾ തെറ്റിയെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. സത്യം പറയുവാണെങ്കിൽ അവളെ ഒരിടത്ത് അവൻ പഠിക്കാനായിട്ട് കൊണ്ടാക്കി. കാറിൽ പോകാം, കാറിൽ കൊണ്ടുവിടാന്നൊക്കെ അവൻ പറഞ്ഞു. പക്ഷെ അവൾക്ക് ബസ്സിന് പോകണം. ആ ബസ്സിനോടുള്ള പ്രേമം അവന് ഡൗട്ട് തോന്നിയിരുന്നു. അവൻ എന്നിട്ട് ചോദിക്കാനൊന്നും പോയില്ല, അന്വേഷിക്കാനൊന്നും പോയില്ല. ഇവിടെ അവൻ അത്രയ്ക്കും വിശ്വാസമായിരുന്നു. പിന്നെ പല യൂട്യൂബേഴ്സും അഖിലന്നാദിയുടെ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് അവൾക്ക് നേരത്തെ അവനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. ഒരിക്കലും അഖിലന്നാദി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് റിലേഷൻ ഉണ്ടായിരുന്നില്ല. നൂറനാട് ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന്റെ കണ്ടക്ടർ ആയിരുന്നു പുള്ളി. അങ്ങനെ കണ്ടുള്ള പരിചയമാണ്. അഖിലന്നാദിനെ വിവാഹം കഴിച്ചിട്ടാണ് ഈ പരിചയം തുടങ്ങുന്നത്. സത്യം പറയുവാണെങ്കിൽ അഖിലന്നാദി എന്ന് പറയുന്ന ആള് ആരെയും ഉപദ്രവിക്കാൻ പോകുന്ന ഒരാളല്ല. അയാൾ അയാളുടെ ജീവൻ നോക്കിയിട്ട് റീൽസ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് അയാളുടെ ലൈഫ് പോകുന്നത്. എന്നിട്ട് പോലും അയാൾക്ക് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളാണ് അയാളെ വിമർശിക്കുന്നത്. അയാളുടെ സിനിമ ഇറങ്ങിയപ്പോഴത്തേനും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പൊട്ടപ്പടമായിരിക്കും, ആ പടം കൊള്ളത്തില്ലായിരിക്കും, അഖിലല്ലേ അഭിനയിക്കുന്നത്, അവൻ അഭിനയിക്കാനൊന്നും കഴിവില്ല, അങ്ങനെ കുറെ റൂമേഴ്സ് ഒക്കെ ഇറങ്ങിയിരുന്നു. ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേനും അത്ര നല്ല സിനിമയൊന്നും അല്ലായിരുന്നു. ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ടുള്ള റിവ്യൂസും ട്രോൾസും ഒക്കെ ഇട്ടു. അഖിലെ നല്ല രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ട്രോൾസ് ഒക്കെ വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേനും അവനെ സഹിക്കാൻ പറ്റിയില്ല. അവൻ ഡിപ്രഷൻ പോലൊരു അവസ്ഥയിലായിരുന്നാണ് പറയുന്നത്. അവൻ അവന്റെ ചാനലിടുന്ന ഷോർട്സിലൊന്നും ഈ അടുത്ത കാലമായിട്ട് അങ്ങനെ വരുന്നില്ലായിരുന്നു. അതിൽ ബാക്കിയുള്ള ആളുകളുണ്ട്, അവന്റെ ഫ്രണ്ട്സ്,
അവരൊക്കെയാണ് ആ ഷോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുമായിരുന്നു. ആ അവസ്ഥയിലാണ് ഇവൾ അവനെ വിട്ടിട്ട് പോകുന്നത്. സത്യം പറയുവാണെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്, അതെടുത്തിട്ട് യൂട്യൂബിൽ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് നേരത്തെ അറിഞ്ഞൊരു കാര്യമാണ്, പക്ഷെ ഞാനിത് റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം അവന്റെ പേഴ്സണൽ ലൈഫ് ആയിരിക്കും, ആരും റിയാക്ട് ചെയ്യത്തില്ലെന്നാണ് ഞാൻ ഓർത്തത്. നൂറനാടുള്ള കുറെ ആളുകളിൽ നിന്ന് ഞാൻ ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യം അറിഞ്ഞതാണ്. അങ്ങനെ വന്നപ്പോഴത്തേനും കുറെ ആളുകളൊക്കെ അഖിൽ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് തോന്നി അവന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കുറെ ആൾക്കാർ അവൻ ഗേ ആണ്, ആ പെണ്ണിനെ അവൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. സത്യം പറയുവാണെങ്കിൽ അവൻ ആ പെണ്ണിനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നതാണ്. അവിടുത്തെ നാട്ടുകാരും അഖിലന്നാടിയുടെ ഫ്രണ്ട്സും ഒക്കെ ഈ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല അവള് പോകുന്നതിന്റെ തലേന്ന്, അവൾ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് അഖിലന്നാടി അവർക്ക് 9,000 രൂപയുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ്. അവന് സ്നേഹമില്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഇവൾ ഒളിച്ചോടിയ ദിവസമാണെങ്കിലും ഇവരുടെ വീട്ടിൽ നല്ല സന്തോഷമായിരുന്നു. ഇവര് സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് സന്തോഷത്തോടെയൊക്കെയാണ് കിടന്നുറങ്ങിയത്. അവൻ ഇറങ്ങിയപ്പോഴത്തേനും ഇവൾ ഇറങ്ങിയിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അതാണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇവൻ അറിഞ്ഞത് ഇവളിങ്ങനെ ഒളിച്ചോടിയതാണെന്ന്. അതായത് ഇവളെ കാണുന്നില്ല. രാത്രി ഇവൻ വീട്ടിലും പുറത്തുമൊക്കെ ഇറങ്ങി നോക്കി, അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയെന്നവരും അവന് പേടിയായി. അങ്ങനെയാണ് അവൻ പോലീസിനെ വിളിച്ചു പറയുന്നേ. ഈ അഖിലന്നാടിയുടെ ഒക്കെ വീടിനടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഒരു CCTV റോഡിലേക്കാണ് ഇരിക്കുന്നത്. അതായത് റോഡിലേക്ക് പോകുന്ന വിഷ്വൽസ് ഒക്കെ അത് കിട്ടും. അതിൽ പോലീസ് പരിശോധിച്ചപ്പോഴത്തേനും അതിൽ ഇവൾ ഇറങ്ങി പോകുന്ന വിഷ്വൽ ഉണ്ട്. അതായത് ഒരാൾ വന്ന് വിളിക്കുന്നതും ഇവൾ ഇറങ്ങി പോകുന്നതുമായിട്ടുള്ള വിഷ്വൽ ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലായത് അവൾ ഒളിച്ചോടിയതാണെന്ന്. അതിനുശേഷം അഖിലന്നാടിയുടെയും അവളുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അഖിൽ എന്തെങ്കിലും തെറ്റിയോ എന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു അഖിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേനും പോലീസുകാരോട് അവൾ പറയുകയാണ്, എനിക്ക് അഖിലിൻ്റെ കൂടെ പോകണ്ട, ഈ ബസ് കണ്ടക്ടറിൻ്റെ കൂടെ പോയാൽ മതി എന്ന്. അപ്പോഴത്തേനും പോലീസുകാർ പറഞ്ഞു, ഇവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയാവും, നീ അഖിലിന്റെ കൂടെ തിരിച്ചു പോകാനായിട്ട്. അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു ഞാൻ ബസ് കണ്ടക്ടറിന്റെ കൂടെ പോകത്തുള്ളെന്ന്. അതാണ് അവിടെ സംഭവിച്ചത്. ഇന്നലെ ഫേമസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിരുന്നു. പുള്ളി പറയുന്നുണ്ട് അഖിലിന്റെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പുള്ളിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടെന്ന്. അതായത് ഈ സംഭവിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരിതൊക്കെ പറയുമ്പോഴത്തേനും ചിരിക്കുവാണെന്നാണ് ആ ബ്ലോഗർ പറയുന്നത്. അതായത് ഒരാളുടെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അവന്റെ ലൈഫിൽ സംഭവിച്ച ഡാർക്കായിട്ടുള്ളൊരു സീനാണ്. അതായത് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ട് അത് കണ്ടിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരും. സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം ഇത്രയും ക്രൂവലായിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർ. ഇൻസ്റ്റഗ്രാമിന്റെ ചില കമന്റ് ബോക്സിലൊക്കെ അവന് തന്നെ വേണം, അവൻ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ഇന്നത്തെ തലമുറയാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെയൊക്കെ ചിന്താഗതിയൊക്കെ ഇപ്പൊ അഖിലിനോടുള്ള അസൂയായിരിക്കും അവരിങ്ങനെ കാണിക്കുന്നത്. പക്ഷെ അവൻ റോസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവാണ്. അവന്റെ ഭാര്യയാണ് ഒളിച്ചു പോയത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ അവനെ താറടിക്കാതെ നമ്മുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ദുഃഖിക്കുമെന്ന് ഓർത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ല. ഇനി അഖിലിനെതിരെ മേഘ ഒരു ലൈവ് വരും എന്നൊക്കെ പറയുന്നത് കേട്ടു. മേഘ എന്തൊക്കെ പറഞ്ഞാലും, അതായത് എന്തൊക്കെ ന്യായീകരിച്ചാലും, അഖിലിന്റെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുണ്ടെന്ന് പറഞ്ഞാലും മേഘ കാണിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളെ പറ്റിച്ചിട്ട് രാത്രി ഇറങ്ങിപ്പോന്നു. അതായത് ഒരാളുടെ കൂടെ ഹാപ്പി ആയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് അയാളെ അവർക്ക് കിടത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നു. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. ഇപ്പൊ മ്യൂച്വൽ ഡിവോഴ്സ് ഒക്കെ ആണെങ്കിൽ 1 മാസത്തിനുള്ളിൽ കിട്ടും. അതായത് രണ്ടുപേരുടെ ലൈഫിനെ സംബന്ധിച്ച കാര്യമായതുകൊണ്ട് കോടതിയൊക്കെ ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അഖിലിനോട് ഈ കാര്യം വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നിന്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറല്ലെന്ന് പറയുമായിരുന്നെങ്കിൽ അവന് തന്നേനെ. അവൻ ഡിവോഴ്സ് തരാതൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ ഒരാളല്ല. അവന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ പിരിഞ്ഞിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇത് വളരെ മോശമായി പോയി. ഈ അഖിലന്നാടി എന്ന് പറയുന്ന ആള് മർച്ചന്റ് നേവിയിലെ ജോലിയുള്ള ഒരാളായിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപയായിരുന്നു അന്ന് അയാളുടെ ശമ്പളം. അതൊക്കെ വിട്ടിട്ടാണ് പുള്ളി അഭിനയിക്കാൻ മോഹമുള്ളതുകൊണ്ട് ഈ ആക്ടിങ്ങിലേക്ക് വന്നത്. പുള്ളി ഒരുപാട് ഷോർട്സ് ഒക്കെ ചെയ്തു. 2 വർഷം അടുപ്പിച്ചാണ് പുള്ളി വീഡിയോ ചെയ്തത്. അതായത് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ പുള്ളി വീഡിയോ ചെയ്തു. ഒരു ദിവസം 8 മിനിറ്റ് ഷോർട്സ് എന്നൊക്കെ പറയുവാണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അത് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ല പാടാണ്. അതായത് ഹ്യൂമർ കൊണ്ടുവരണം. ഹ്യൂമർ കൊണ്ടുവരാനാണ് ഏറ്റവും കൂടുതൽ പാട്. അതായത് ഒരാളെ നമ്മൾ ചിരിപ്പിക്കുക എന്നൊക്കെ പറയുവാണെങ്കിൽ വലിയ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുവാണെങ്കിൽ എപ്പോഴും അവന്റെ ശ്രദ്ധ അവന്റെ കണ്ടന്റിലായിരിക്കും. അവന്റെ ഫാമിലിയായിട്ട് ചിലവഴിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ആയിട്ട് പോലും അഖില് അവന്റെ ഫാമിലിയായിട്ട് നല്ലപോലെ സമയം കണ്ടെത്തി ചിലവഴിച്ചിരുന്നു. അവന്റെ ഭാര്യ ഒരിക്കലും പറയുന്നില്ല അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ലെന്ന്. അതായത് എന്തിനാണ് പോകുന്നതെന്ന് പോലീസ് ചോദിച്ചപ്പോഴത്തേനും അതിന് നമുക്ക് പറയാനായിട്ട് ഒരു മറുപടി ഇല്ലായിരുന്നു. കാരണം അവളുടെ ഭാഗത്താണ് തെറ്റ്.